അൽഹംദുലില്ലാ. നമ്മളെ ഈ സഹോദരന്മാര് കുടുങ്ങിയാൽ യാ ഇബാദല്ലാഹ് ഇനുനി എന്ന ഹദീസിനനുസരിച്ചാണ് പറയണത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ദുർബല ഹദീസുമേ കൂടും. എന്തിനാണ് അബ്ദുറഹ്മാൻ സലാഹി നിങ്ങളിങ്ങനെ ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യണത്? സത്യത്തിൽ കുടുങ്ങിയതാരാ? നിങ്ങളല്ലേ കുടുങ്ങിയത്. കാരണം എന്താ? നിങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് 2012 അബ്ദുൽ ജബ്ബാർ മൗലവി ഇതിങ്ങനെ പറയാൻ കാരണം ഈ ഹദീസാണ്, ഈ ദുർബലമായ ഹദീസാണ്, ആ ഹദീസ് വന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹദീസിനെ വിശദീകരിച്ചത് നിങ്ങളല്ലേ. ഇവിടെ ഉദാഹരണ സഹിതം ഇവിടെ എല്ലായിടത്തും പറയുന്നത് ജിന്നിനോടും മലക്കിനോടും സഹായിച്ചാൽ അതിലെന്തില്ല, തകരാറില്ല. കേട്ടില്ലേ സലാഹി? നിങ്ങൾ അന്ന് അബ്ദുൽ ജബ്ബാർ മൗലവിൻ്റെ പേരിൽ പറഞ്ഞ കളവാണിത്. അബ്ദുൽ ജബ്ബാർ മൗലവി എവിടെയാണ് ഇങ്ങനെ തകരാറില്ല, ജിന്നിനെയും മലക്കിനെയും ഒക്കെ വിളിച്ച് സഹായം ചോദിച്ചാൽ തകരാറില്ല എന്ന് എവിടെയാണ് പറഞ്ഞത്? അങ്ങനെ ആ ഇസ്ലാഹ് മാസികയിലുണ്ടോ? അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കാണിക്കണ്ടേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നിങ്ങൾ അദ്ദേഹം പറയാത്തത് കെട്ടിച്ചമച്ച് പറയല്ലേ ചെയ്യുന്നത്? അപ്പോൾ എന്തുമാത്രം വലിയ ലുൽമാണ് നിങ്ങൾ ചെയ്യണ സലാഹി. നിങ്ങൾക്ക് ഇൽമുണ്ട്, പക്ഷെ അതോടൊപ്പം ലുൽമു അല്ലേ നിങ്ങളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിട്ട് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇനി അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. നിങ്ങൾ അബ്ദുൽ ജബ്ബാർ മൗലവി ഇതിങ്ങനെയൊക്കെ പറയാൻ കാരണം എന്ത്? തകരാറില്ല എന്ന് പറയാൻ കാരണം ഈ ഹദീസാണെന്നാണ് പറയുന്ന ഇയാൾ. ഏത്? ഈ ദുർബലമായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്നാണ് ഇദ്ദേഹം ഇനി വിശദീകരിക്കുന്നത്. കേട്ടോ നിങ്ങൾ. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഇതിന് കാരണം എന്നറിയാം. ഇങ്ങനെ പറയാൻ കാരണം ഈ പറഞ്ഞത് ഒരു റിപ്പോർട്ടിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ഇത് അതുകൊണ്ടാണ് ഇപ്പൊ ഇതിങ്ങനെ പറയാനുള്ള ധൈര്യം. എന്താണത്? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴി അറിയാതെ നടങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെ ശബ്ദം കേൾക്കുന്നില്ല, ആരെയും കാണുന്നില്ല. ഇവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, അത് ജിന്ന്, മലക്ക്, മനുഷ്യൻ, അവർ എന്നെ സഹായിക്കട്ടെ എന്ന് വിചാരിച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ അതിൽ അഭൗതികതയും ശിർക്കും ഇല്ല. കാരണം ഒരു ഹദീസിലുണ്ട്. അപ്പോൾ ഞാൻ നേരെ ഡയറക്റ്റായിട്ട്, കാരണം സമയം കുറവാണല്ലോ, ആ വിഷയത്തിലേക്ക് തന്നെ വേറുള്ള പല വിഷയങ്ങളൊന്നും പറയാതെ തന്നെ ഇന്നൊന്നും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് വരാം. എന്താണ് സത്യത്തിൽ ഇന്ന് വരേക്കുമുള്ള യഥാർത്ഥ തൗഹീദിന്റെ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളത്? യഥാർത്ഥത്തിലുള്ള തൗഹീദിന്റെ പണ്ഡിതന്മാരൊക്കെ എന്താ പറഞ്ഞത് എന്ന് ഇദ്ദേഹം വായിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അതിലേക്ക് നമുക്കൊരു വീഡിയോ നമുക്ക് ഇൻഷാല്ലാ വരുന്നുണ്ട്. ഇദ്ദേഹം തന്നെ പറഞ്ഞ് യഥാർത്ഥ പണ്ഡിതന്മാരൊക്കെ എന്താ പറഞ്ഞത് എന്ന് ഇദ്ദേഹം വായിക്കും. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇപ്പം നമ്മൾ ഇദ്ദേഹം ഇങ്ങനെ ജബ്ബാർ മൗലവി ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരുന്നത് എന്ന ആ ആശയം പെടുന്നനെ കുടുങ്ങിയപ്പം മാറ്റി. കാരണം എന്താ? നിരന്തരം ഈ വിഷയത്തിൽ യഥാർത്ഥത്തിലുള്ള തൗഹീദിൻ്റെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് നിരന്തരം കിട്ടിയപ്പോൾ അദ്ദേഹം കുടുങ്ങിയപ്പം മാറ്റിയപ്പോൾ എന്താ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ഹദീസിന്റെ ആശയമല്ല ഇസ്ലാം മാസികയിൽ വന്നത്, അതല്ല തർക്കം. ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയം ആശയക്കുഴപ്പുണ്ടാക്കി ഇവിടെ നടന്നിട്ട് എന്താ കാര്യം? ഇങ്ങനെ കുടുങ്ങുമെന്ന് അബ്ദുറഹ്മാൻ സലാഹിയും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം ഇദ്ദേഹം പറയുന്നത് ഇസ്ലാഹ് മാസികയിൽ വന്നത് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയുന്ന ആ ദുർബലമായ ഹദീസിൻ്റെ ആശയം അല്ല. ആ ആശയത്തിൽ എന്തില്ല? യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയുന്ന ആ ഹദീസിൻ്റെ ആശയത്തിൽ മൂപ്പർക്ക് എതിരഭിപ്രായമൊന്നുമില്ല. ആകെ എതിരഭിപ്രായമുള്ളത് ഇസ്ലാഹ് മാസികയിൽ വന്നതിനെ പറ്റിയാണ്. എന്നാൽ 2012 ഇദ്ദേഹം യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിൻ്റെ ആശയമാണ് ഇസ്ലാഹ് മാസികയിൽ ഉള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഇസ്ലാഹ് മാസികയിൽ ശിർക്കുണ്ടെന്നും ജിന്നിനെയും മലക്കിനെയും വിളിച്ചാൽ തകരാറില്ല എന്നും ജിന്നിനെയും മലക്കിനെയും വിളിച്ച് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ലെന്നും ഒക്കെ ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ട് എന്ന് ജബ്ബാർ മൗലവിൻ്റെ പേരിൽ പച്ചക്കള വന്ന് തട്ടിവിട്ടത് ഈ ഹദീസിൻ്റെ ആശയം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് ആ ഹദീസിൻ്റെ ആശയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറയുമ്പോൾ ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞതിനോട് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നും ഈ ഹദീസിൻ്റെ ആശയത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല എന്നും പറയുമ്പോൾ ഇസ്ലാഹ് മാസികയിൽ ശിർക്കുണ്ട് എന്നും എന്നാൽ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയുന്ന ഹദീസിൻ്റെ ആശയത്തിൽ ശിർക്കില്ല എന്നുമാണോ അത് നിങ്ങൾ വിശദീകരിക്കണ്ടേ? ആ ഹദീസ് ദുർബലമല്ലേ? അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞതുപോലെ ജൂതന്മാർ കെട്ടിയുണ്ടാക്കിയ ആ കള്ള ഹദീസിനെ പറ്റി ഞാൻ നടത്തിയ പഠനത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട നജിദിലെ പണ്ഡിതന്മാരുടെ റസായിലുകളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ ആ ജൂതന്മാർ കെട്ടിയുണ്ടാക്കി എന്നൊക്കെ നിങ്ങൾ തന്നെ പ്രസംഗിച്ച ആ ഹദീസിന്റെ ആശയത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് വ്യത്യാസമൊന്നുമില്ലേ? ഹദീസിന്റെ ആശയമല്ല ഇസ്ലാം മാസികയിൽ വന്നത്, അതല്ല തർക്കം. ആ വിഷയത്തിൽ
യഥാർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയം ആശയക്കുഴപ്പമുണ്ടാക്കി ഇവിടെ നടന്നിട്ട് എന്താ കാര്യം? അതെ, തീർച്ചയായിട്ടും ആശയക്കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത വിഷയത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയതും നിങ്ങളാണ്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും നിങ്ങളാണ്. ഒക്കെ നിങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2012 ജബ്ബാർ മൗലവി യാ ഇബാദല്ലാ ഐനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അതാണ് അതിന് കാരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശദീകരിച്ച് ആളുകളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി നിങ്ങളന്ന്. പിന്നെ നിങ്ങളിപ്പോൾ അത് മാറ്റി പറഞ്ഞു. ഇപ്പോഴും നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. യാ ഇബാദല്ലാ ഐനൂനി എന്ന് പറയുന്ന ഹദീസിന്റെ ആശയം ജബ്ബാർ മൗലവിന്റെ ലേഖനത്തിൽ ഇല്ല എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇപ്പോഴും ഈ വിഷയത്തിലൊരു കൃത്യമായ ബോധം ഇപ്പോഴും വച്ചിട്ടില്ല. തൗഹീദും ഷിർക്കും എന്ന് പറയുന്നത് ഇങ്ങനെ കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും മറിക്കാനും പറ്റൂല. തൗഹീദും ഷിർക്കും എന്ന് പറയുന്നത് ആദം അലൈഹിസ്സലാം തൊട്ട് അന്തിമ മനുഷ്യന് വരെ ഒരു മാറ്റവും സംഭവിക്കില്ല. അത് ഏതെങ്കിലും പ്രവാചകന്മാർ വരുമ്പോൾ ഒരു ഭേദഗതി വരുത്തൂല. അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട തൗഹീദുണ്ടല്ലോ, ഏകദൈവ വിശ്വാസമുണ്ടല്ലോ, ആ ഏകദൈവ വിശ്വാസം പഠിപ്പിക്കാനാണ്, അത് ഓർമ്മപ്പെടുത്താനാണ് സകല പ്രവാചകന്മാരും വന്നിട്ടുള്ളത്. അതിൽ ഭേദഗതി വരുത്താനല്ല. അതുകൊണ്ട് തന്നെ ഒരു ഹദീസ് സഹീഹാകുമ്പോൾ അത് തൗഹീദ്, ലഈഫാകുമ്പോൾ ഷിർക്ക്, ഇങ്ങനെ ഉണ്ടാകില്ല സലാഹി. ആ ജഹാലത്തും നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കാം. എന്നാൽ സാക്ഷാൽ ജബ്ബാർ മൗലവി, അബ്ദുൽ ജബ്ബാർ മൗലവി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞത് അവര് തന്നെ ഇവിടെ ഈ ഗ്രൂപ്പിലിട്ടല്ലോ. ഇതെന്താ സംഭവം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ സഹോദരന്മാരെ. എന്താണ് ഈ അബ്ദുറഹ്മാൻ മദീനി കാണിക്കണതെന്ന്? ഇൽമിലും ലുൽമിലും ഒരുപോലെ പാണ്ഡിത്യമുള്ള വളരെ അപൂർവം ചില ആളുകളിൽ ഒരാളാണ് ഈ അബ്ദുറഹ്മാൻ മദീനി. അതുകൊണ്ട് തന്നെ ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ അബ്ദുൽ ജബ്ബാർ മൗലവി വളരെ നിഷ്കളങ്കമായ അദ്ദേഹത്തിൻ്റെ ആ വിശദീകരണത്തെയും ഇദ്ദേഹം എന്താണ് കൂട്ടിമാറ്റാൻ, ഇദ്ദേഹത്തിന് അനുഗുണമാക്കാൻ. അന്ന് ഇസ്ലാഹ് മാസിക വായിച്ചിട്ട് ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് ജിന്നിനോടും മലക്കിനോടും സഹായം ചോദിച്ചാൽ അത് തകരാറില്ല, പ്രാർത്ഥിച്ചാൽ ശിർക്കാകൂല, ഇതൊക്കെയാണ് ജബ്ബാർ മൗലവിയുടെ ആശയം എന്ന് ആളുകൾക്കിടയിൽ ഫിത്തനയും ഫസാദും ഉണ്ടാക്കി കളവ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇതാ ജബ്ബാർ മൗലവിയുടെ ആ വീഡിയോ ക്ലിപ്പിൽ പോലും ഇദ്ദേഹം തിരിമറിയും തട്ടിപ്പും നടത്തുകയാണ്. എന്താണ് ഇവിടെ ആ വിഷയം നിങ്ങൾക്ക് കൃത്യമായി പഠിച്ചോ, മനസ്സിലാക്കിക്കോ. ജബ്ബാർ മൗലവി, ഇവരെ പോലുള്ള ആളുകൾ ജബ്ബാർ മൗലവിക്ക് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അമല് ചെയ്യാം എന്ന വാദക്കാരനാണെന്നും, അതേപോലെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഈ ദുർബലമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയുന്നത് എന്നും, ഇതൊക്കെ വ്യാപകമായി ഇവർ തന്നെ കേരളത്തിൽ പ്രചരിപ്പിച്ചതാണ്. അതിനുള്ള മറുപടി കൊടുക്കുകയാണ് അദ്ദേഹം. എന്താണ്, ഞാൻ അങ്ങനെ ആ ഹദീസ് എടുത്ത് ഉദ്ധരിച്ചിട്ടില്ല. ആ ലേഖനത്തിൽ പ്രസ്തുത ഇസ്ലാഹ് മാസികയിൽ അങ്ങനെ ഒരു ഹദീസിനെ പറ്റി ഞാൻ മിണ്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ മാത്രവുമല്ല, അവിടെ ഈ പ്രസ്തുത ഹദീസിന്റെ ആശയം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ആ വോയിസിൽ എവിടെയും അത് നിങ്ങൾക്ക് കേൾക്കാൻ സാധ്യമല്ല. അവിടെ ആ ലേഖനത്തിൽ അദ്ദേഹം അവിടെ എടുത്തുദ്ധരിക്കുകയോ ഉദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം അതിലില്ല എന്ന് പറയോ? ഒന്ന് കിട്ടുമോ? അപ്പോൾ ഇതൊക്കെ ഒരു തട്ടിപ്പും വെട്ടിപ്പുമാണ് ഇവരുടെ. ആളുകൾക്കിടയിൽ ഫിത്തനയും ഫസാദും ഉണ്ടാക്കാൻ, കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഇദ്ദേഹം സമർത്ഥനാണ്. അതിലൊന്നും നമുക്ക് എതിരഭിപ്രായമില്ല. ഇനി നിങ്ങൾ ഇദ്ദേഹം പറയുന്നത് കേട്ടോ, ജബ്ബാർ മൗലവി തന്നെ വേണമെങ്കിൽ പറയുന്ന ആ വിഷയങ്ങൾ ലഫ്ലൻ ബൈ ലഫ്ല് ഇട്ട് ഞാൻ നിങ്ങൾക്ക് വേണം വിശദീകരിച്ചു തരാം. ഇദ്ദേഹം കാണിക്കുന്ന തട്ടിപ്പ് എവിടെയാണെന്നുള്ളത്. എനിക്ക് സമയദൈർഘ്യം കൊണ്ട് ഞാൻ തൽക്കാലം അത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കടർത്തല്ല, ചെറിയമുട്ടത്തിൻ്റെ മറ്റുള്ള ആരടുത്തൊന്നും കടർത്തല്ല. മുമ്പ് ഈ വിഷയം കുബൂരികൾ, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അതിന് തെളിവായി ഇത് ഉദ്ധരിച്ചപ്പോൾ അന്ന് പണ്ഡിതന്മാരൊക്കെ അതിന് കൊടുത്ത മറുപടി, ഇബാദല്ലാ ഐനൂനി എന്ന ഹദീസിന് പണ്ഡിതന്മാർ കൊടുത്ത മറുപടി ഉണ്ടല്ലോ, ആ മറുപടി അവരിത് മനസ്സിലാക്കിക്കൊണ്ട് ഞാനും പറഞ്ഞു എന്നുള്ളതല്ലാതെ അതില് പിന്നെ മറ്റൊരാളത് കടർത്ത് കൊണ്ട് പറഞ്ഞിട്ടില്ല എന്നതാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്.